ക്രൂരവും കിരാതവുമായ വേലകൾ ഒപ്പിച്ച് മറ്റുള്ളവരുടെ തലയിൽ പാപഭാരങ്ങൾ കെട്ടിവെക്കാനുള്ള ചേളാരി സമസ്തയുടെ മറ്റൊരു തട്ടിപ്പ് കൂടി കൈയോടെ പിടികൂടി. ഓണപ്പറമ്പിൽ സ്വന്തം മദ്രസയും വിശുദ്ധ ഖുർആാനും കത്തിച്ച് സുന്നികളുടെ പേരിൽ കുറ്റം ചുമത്താൻ നടത്തിയ ഹീനചെയ്തികൾക്ക് സമാനമാണ് കഴിഞ്ഞ ദിവസം ഹജ്ജ് വളണ്ടിയർ വിസയുടെ മറവിൽ സ്വന്തക്കാർ നടത്തിയ തട്ടിപ്പ് സുന്നികളുടെ പേരിൽ ചുമത്താൻ ചേളാരി പത്രം ശ്രമിച്ചത്. പക്ഷേ വ്യാജവാർത്തയ്ക്ക് മണിക്കൂറുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. SKSSF ആസ്ഥാനമായ കോഴിക്കോട് റെയിൽവേ ലിങ്ക് റോഡിലെ ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പാണ് വളർന്ന് പന്തലിച്ച് കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലയിലെ ഉൾഗ്രാമങ്ങളിൽ വരെ വ്യാപിച്ചത്. മക്കയിലും മദീനയിലും ഹാജിമാർക്ക് സേവനം ചെയ്യാനായി വളണ്ടിയർ വിസ വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളിൽ നിന്ന് പണവും പാസ്പോർട്ടും വാങ്ങി മുങ്ങിയ വ്യക്തികളെക്കുറിച്ച് ഇന്നലെ കേരളത്തിലിറങ്ങിയ മുഴുവൻ പത്രമാധ്യമങ്ങളും സത്യവാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ചേളാരി മുഖപത്രം മാത്രം വാർത്ത വളച്ചൊടിച്ചു. തട്ടിപ്പിനിരയായവർ ചേർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാസ്പോർട്ടും പണവും നഷ്ടപ്പെട്ട് മനോവ്യതയിലായ ഇരകളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം വ്യാജവാർത്ത സൃഷ്ടിച്ച് മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് ചേളാരി വിഭാഗം. തട്ടിപ്പിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന മുക്കം മുത്തേരി പുത്തൻവീട് കോളനിയിൽ ജാബിർ കാന്തപുരം വിഭാഗം നേതാവാണ് എന്നാണ് സുപ്രഭാതം പത്രം ആരോപിക്കുന്നത്. എന്നാൽ മുക്കം സോണിൽപ്പെട്ട ഒരു പ്രദേശത്തും ഇയാൾ സുന്നി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയോ മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. ഇക്കാലമത്രയും പ്രസ്ഥാനത്തിന്റെ സംഘടനാ രംഗത്ത് കണ്ടിട്ടില്ലാത്ത ഈ വ്യക്തിയെ കാന്തപുരം വിഭാഗത്തിന്റെ നേതാവായി ചിത്രീകരിച്ചതിൽ നാട്ടുകാർ അത്ഭുതം കൂറുകയാണ്. ഇരകളിലും ഏജന്റുമാരായി പ്രവർത്തിച്ചതിലും ചേളാരി വിഭാഗത്തിന്റെ നിറസാന്നിധ്യമാണ് കണ്ടെത്താൻ കഴിയുന്നത്. കഴിഞ്ഞ നോമ്പിനു മുമ്പ് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ജാബിർ SKSSF ആസ്ഥാനമായ കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ വെച്ചാണ് തന്റെ തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ വെച്ച് ചാത്തമംഗലം ഭാഗത്തുള്ള SKSSFന്റെ ഏതാനും പ്രവർത്തകർ പണവും പാസ്പോർട്ടും ജാബിറിന് കൈമാറിയതായി പറയുന്നു. 20,000 മുതൽ 30,000 വരെ സംഖ്യയാണ് പലരിൽ നിന്നും ഈടാക്കിയത്. ഹജ്ജ് വേളയിൽ 47 ദിവസം സൌദിയിൽ താമസിക്കുകയും കാറ്ററിംഗ്, ക്ലീനിംഗ് തുടങ്ങിയ ജോലിയിൽ ഏർപ്പെടാമെന്നും തരം പോലെ ഉംറയും ഹജ്ജും വരെ നിർവഹിക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. ബുക്ക് ചെയ്തവർക്ക് വേണ്ടി നോമ്പ് കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് ബേപ്പൂരിനടുത്ത ഉള്ളിശ്ശേരിക്കുന്നിലെ ചേളാരി വിഭാഗം മദ്രസയിൽ പ്രത്യേക പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഇതിനായി SKSSF നേതൃത്വം എല്ലാ സൌകര്യങ്ങളും ചെയ്തുകൊടുത്തു. അവിടെ ജാബിർ ക്ലാസ് എടുക്കുന്ന ഫോട്ടോ അനിഷേധ്യമായ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. SKSSF ഒരുക്കിയ ക്ലാസിൽ ജാബിർ ക്ലാസ് എടുക്കുന്ന ഫോട്ടോയാണ് ദൃശ്യത്തിൽ കാണുന്നത്. മലപ്പുറം ജില്ലയിൽ കിഴിശ്ശേരി തൃപ്പനച്ചി ഭാഗത്ത് ഏജന്റായി പ്രവർത്തിച്ചത് SKSSF കിഴിശ്ശേരി മേഖലാ സെക്രട്ടറി സലീം യമാനിയാണ്. ഇയാളുടെ കീഴിൽ 70ഓളം SKSSFന്റെ സജീവ പ്രവർത്തകരാണ് വിസ തട്ടിപ്പിൽ പണവും പാസ്പോർട്ടും നഷ്ടമായത്. കിഴിശ്ശേരി പാലക്കാട് യൂണിറ്റിലെ SKSSF ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയത്. തട്ടിപ്പ് നടത്തിയ ജാബിറും SKSSF നേതാവിനോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ KMICക്കു നൽകിയത് തൃപ്പനച്ചിയിലെ ഒരു SKSSF നേതാവ് തന്നെയാണ്. തന്റെ പേരുവിവരവും ശബ്ദവും പുറത്തുവിടരുതെന്ന നിബന്ധനയോടെയാണെന്ന് മാത്രം. വയനാട്ടിലെ പടിഞ്ഞാറത്തറ ലീഗ് ഹൌസ് കേന്ദ്രീകരിച്ചാണ് നിരവധി ആളുകളിൽ നിന്ന് പണവും പാസ്പോർട്ടും സ്വീകരിച്ചതെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത്. യാത്രക്കൊരുങ്ങുന്നവർക്ക് കൽപ്പറ്റയിൽ ക്ലാസ് സംഘടിപ്പിച്ചത് SKSSF നേതാവ് ഒരു ഫൈസിയാണ്. എന്നിട്ടും തട്ടിപ്പ് സംഘം കാന്തപുരത്തിന്റെ ആളുകളാണെന്ന് ചിത്രീകരിച്ച് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ചേളാരി ലോബി. മുറമ്പാത്തി മഹല്ല് വിഷയത്തിൽ 22 വർഷം മുമ്പ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ ആറുവിട്ടിൽ ഹുസൈനെ മഹല്ല് സെക്രട്ടറിയായി ചിത്രീകരിച്ച് വ്യാജവാർത്ത സൃഷ്ടിച്ച് വെട്ടിലായ മുക്കം സുപ്രഭാതം ഏജന്റ് നവാസ് ദാരിമി ഓമശ്ശേരി തന്നെയാണ് ഈ വാർത്തയുടെ പിന്നിലും പ്രവർത്തിച്ചത്. സുപ്രഭാതം വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്ത നവാസ് ഓമശ്ശേരിക്ക് വിളിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം കേൾക്കാം. ഹലോ, നവാസ് ദാരിമി ഓമശ്ശേരി അല്ലേ? ഓക്കെ, പറഞ്ഞു. പിന്നെ ഇത് KMIC ന്യൂസ് എന്നാണ് വിളിക്കുന്നത്. ഇന്നലെ ഒരു റിപ്പോർട്ട് ഉണ്ടോ, ഹജ്ജ് വണ്ടർ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി ഏജന്റ് മുങ്ങി എന്ന ഹെഡിംഗിൽ ഒരു വാർത്ത കണ്ടു സുപ്രഭാതത്തില്. നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് മുക്കത്തുനിന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കീഴിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ വോളണ്ടിയേഴ്സ് മറ്റുള്ള പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കാന്തപുരം വിഭാഗം എന്ന പേരിലാണ് നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാന്തപുരം വിഭാഗം നേതാവായ മുക്കം മുത്തേരി പുത്തൻവീട് കോളനിയിൽ ജാബിർ. ഓക്കെ ഓക്കെ
നമ്മളിപ്പം ഞാനത് സുപ്രഭാതത്തിൽ നിന്ന് വിളിച്ച സമയത്താണ് ഞാൻ അറിയുന്നത് അങ്ങനത്തെ ഒരാള് ഇങ്ങനെ പിന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ ആ വിഷയ സംബന്ധമായിട്ട് ഇയാളെ കുറിച്ച് ഡീറ്റെയിൽസ് എന്നോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അയാളെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വയനാട്, മലപ്പുറം, ഫറൂഖ് ഭാഗങ്ങൾ എന്നൊക്കെയുള്ള റിപ്പോർട്ടേഴ്സ് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊക്കെ അവര് സുപ്രഭാതം ഓഫീസിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അവരെ അന്വേഷിച്ച് അദ്ദേഹം AP വിഭാഗക്കാരനാണോ ജാബിർ? തന്റെ പൊള്ളത്തരങ്ങൾ പിടികൂടുമെന്നായപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ ഫോണെടുത്ത് മിണ്ടാതിരുന്ന നവാസ് ദാരിമി സുപ്രഭാതത്തിന്റെ നുണ റിപ്പോർട്ടർ എന്ന് വേണം വിലയിരുത്താൻ. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി തങ്ങളുടെ സുന്നി ഐക്യാഹ്വാനത്തെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ലീഗ് അണികളുടെയും സമാധാനകാംക്ഷികളുടെയും എതിർപ്പ് ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ് ഈ വ്യാജ വാർത്താ വീരൻ. ഇക്കാര്യം ഇന്നലെ KMC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു.